യേശുവിലേറ്റം പ്രിയമുള്ളവരെ, 2025 നവംബർ 4 പരിശുദ്ധ പിതാവ് ലയോ 14 പാപ്പയുടെ പ്രത്യേക അപ്രൂവലോടുകൂടെ വത്തിക്കാനിൽ നിന്ന് ഡിക്കാസ്ട്രി ഫോർ ഡോക്ട്രിൻ ഓഫ് ഫെയ്ത്ത് ഒരു ഡോക്യുമെൻ്റ് പുറപ്പെടുവിച്ചു. ആ ഡോക്യുമെൻ്റ് പരിശുദ്ധ അമ്മയെക്കുറിച്ചാണ്. മാത്തർ പോപ്പുലി ഫിദേലിസ് എന്ന പേരിലാണ്. അപ്പോൾ ആ ഡോക്യുമെൻറ്റിൽ 2 വാക്കുകൾ പ്രധാനമായിട്ട് പറയുന്നു. അത് വലിയ കൺഫ്യൂഷൻ ആളുകളുടെ ഇടയിൽ, സാധാരണക്കാരുടെ ഇടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഒന്ന്, മാതാവിനെ സഹരക്ഷക കോ റിദംത്രിക്സ് എന്ന് വിളിക്കാൻ പാടില്ല എന്നുള്ളതും, മറ്റൊന്ന് മാതാവിനെ കൃപകളുടെ മധ്യസ്ഥ മേദിയാത്രിക്സ് എന്ന് വിളിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇത് ഈ വത്തിക്കാൻ ഈ അടുത്ത് പുതുതായിട്ട് പഠിപ്പിച്ചൊരു പാഠമല്ല. ഇത് പണ്ട് മുതലേ സഭ വിശ്വസിക്കുന്ന കാര്യമാണ്. മാതാവ് സഹരക്ഷകയല്ല, മാതാവ് കൃപകളുടെ ഉറവിടമോ മധ്യസ്ഥയോ അല്ല. അതിനർത്ഥം മാതാവ് മധ്യസ്ഥയല്ല എന്നുള്ളതല്ല, മാതാവ് മധ്യസ്ഥയാണ്, കൃപകളുടെ മധ്യസ്ഥയല്ല എന്നാണ് വത്തിക്കാൻ പഠിപ്പിച്ചത്, സഭ പഠിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കൃപകൾക്ക് ഒരേ ഒരു മധ്യസ്ഥനേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. പിതാവായ ദൈവത്തിനും ജനങ്ങൾക്കുമിടയിൽ ഏക മധ്യസ്ഥൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. തിമോത്തിക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, 2-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ ഏക മധ്യസ്ഥൻ കർത്താവാണ്. അതിൽ സഭ ഒരു കാലത്തും കോംപ്രമൈസ് ചെയ്തിട്ടില്ല, വെള്ളം ചേർത്തിട്ടില്ല. എന്നും ഏക മധ്യസ്ഥൻ കർത്താവാണ്. കാരണം മനുഷ്യൻ്റെ രക്ഷ സാധ്യമാക്കിയത് യേശു ക്രിസ്തുവാണ്. പിതാവായ ദൈവത്തിനും ജനങ്ങൾക്കുമിടയിൽ ഒരേ ഒരു മധ്യസ്ഥനയുള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അപ്പോൾ പരിശുദ്ധ അമ്മയെ സഭ ഒരിക്കലും സഹരക്ഷകയായിട്ട് കണക്കാക്കിയിട്ടില്ല. അതേസമയം പരിശുദ്ധ അമ്മ രക്ഷാകര ദൗത്യത്തിൽ ഒത്തിരി സഹകരിച്ചിട്ടുണ്ട്. പരിശുദ്ധ അമ്മ എല്ലാ രീതിയിലും പ്രധാനപ്പെട്ടൊരു വ്യക്തിയാണ്. സഭയെ സംബന്ധിച്ചിടത്തോളം ദൈവം പ്രത്യേകമായിട്ട് ജന്മം കൊടുത്തൊരു വ്യക്തിയാണ് പരിശുദ്ധ മറിയം. അതുകൊണ്ട് പരിശുദ്ധ മറിയത്തിന് സഭയിൽ ഉന്നതമായ സ്ഥാനമാണുള്ളത്. ഇപ്പോൾ ചില ആളുകൾക്ക് ഇപ്പോൾ സംശയമുണ്ട്, മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാവോ എന്നൊക്കെ, അല്ലെങ്കിൽ നൊവേന ചൊല്ലാവോ, അങ്ങനെയുള്ള സംശയമുണ്ട്. അതിൻ്റെ ഒന്നും സംശയത്തിൻ്റെ ആവശ്യമില്ല. കാരണം മറിയം സഭയിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനം അലങ്കരിക്കുന്ന വ്യക്തിയാണ്. പരിശുദ്ധമ്മയെ ദൈവമാതാവായിട്ടും അമലോത്ഭവയായിട്ടും നിത്യകന്യകയായിട്ടും സ്വർഗാരൂപതയായിട്ടും ഒക്കെയാണ് സഭ വിശ്വസിക്കുന്നത്. അതിലൊരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല. പരിശുദ്ധമ്മയോട് നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് ലാത്രിയ എന്ന വാക്ക് അത് ആരാധനയാണ്, അത് ദൈവത്തിന് മാത്രം ഉള്ളതാണ്. ദൂലിയ എന്ന വാക്ക് വണക്കമാണ്, അത് വിശുദ്ധർക്ക് മാത്രം ഉള്ളതാണ്. എന്നാൽ ഹൈപ്പർ ദൂലിയ എന്ന വാക്കാണ് പരിശുദ്ധ അമ്മയ്ക്ക് ഉപയോഗിക്കുക. അതിന് അർത്ഥം അതിവണക്കം എന്നാണ്. എന്ന് പറഞ്ഞാൽ വിശുദ്ധരെക്കാളൊക്കെ വളരെ ഉന്നതയാണ് പരിശുദ്ധ മാതാവ്. അതേസമയം ദൈവമല്ല, ഏകരക്ഷകൻ, ഏക കർത്താവ്, കർത്താവായ ദൈവം മാത്രമാണ്. അപ്പോൾ അത് നമ്മൾ ആ ഒരു കൺഫ്യൂഷൻ വരാതെ സഭ കാത്തു സൂക്ഷിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ആളുകളുടെ ഇടയിൽ ഈ അടുത്ത കാലത്തൊക്കെ കൂടുതൽ ചില പ്രത്യേക സെക്റ്റുകളൊക്കെ ആ രീതിയിൽ മറിയത്തെ ഭയങ്കരമായ ഉന്നത സ്ഥാനം, സഹരക്ഷക എന്നോ അല്ലെങ്കിൽ ദൈവം തന്നെയായ വ്യക്തി എന്ന നിലയിലൊക്കെ കണ്ടുവരുന്നു എന്നൊരു അപകടം സഭ മനസ്സിലാക്കിയത് കൊണ്ടാണ്. അപ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് നമ്മൾ ഒരിക്കലും ആരാധന അർപ്പിക്കുന്നില്ല, അതിവണക്കമാണ്. പരിശുദ്ധ അമ്മയെ നമ്മൾ സഭ എന്നും ഉന്നതമായ സ്ഥാനത്ത് നിന്ന് അലങ്കരിച്ച് കാണുന്നു. അതുകൊണ്ട് മറിയത്തെ നമ്മൾ സഹരക്ഷക എന്ന് വിളിക്കരുത്, ഒപ്പം തന്നെ കൃപകളുടെ മധ്യസ്ഥ എന്ന് വിളിക്കരുത്. മധ്യസ്ഥ എന്ന് വിളിക്കാം, കൃപകളുടെ മധ്യസ്ഥ എന്ന് വിളിക്കാൻ പാടില്ല. കാരണം പരിശുദ്ധ അമ്മ നമ്മുടെ മധ്യസ്ഥയാണ്, വിശുദ്ധരെ പോലെ വിശുദ്ധരെക്കാളും ഉന്നതയായ മധ്യസ്ഥയാണ്. പക്ഷേ ദൈവജനത്തിനും പിതാവായ ദൈവത്തിനുമിടയിൽ മനുഷ്യൻ്റെ രക്ഷയ്ക്ക് മധ്യസ്ഥനായിട്ട് പരിശുദ്ധ മറിയം നിലകൊണ്ടിട്ടില്ല. അത് മാത്രമേ അതുകൊണ്ട് അർത്ഥമാക്കുന്നുള്ളൂ. ദൈവം അനുഗ്രഹിക്കട്ടെ.